അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. കാണാൻ എന്ത് ഭംഗിയുള്ള മൂന്ന് മക്കളെന്നറിയോ? മുഹമ്മദ് സാദിഖ് അഹമ്മദ് എന്ന് പറയുന്ന 6 വർഷം പ്രായം, അതുപോലെ മുഹമ്മദ് ആദിൽ അഹമ്മദ് എന്ന് പറയുന്ന മറ്റൊരു കുട്ടി, അതുപോലെ മുഹമ്മദ് യൂസുഫ് അഹമ്മദ് എന്ന് പറയുന്ന 3 വർഷത്തെ കുട്ടി. ഇങ്ങനെ 3 കുട്ടികളാണ് എൻ്റെ പ്രിയപ്പെട്ടവരെ. സ്വന്തം ഉമ്മ തന്നെ അവരെ ഇല്ലായ്മയാക്കിയ വല്ലാത്ത വേദനിപ്പിക്കുന്ന ഒരു വാർത്തയാണ് ഇപ്പോൾ നാം കേട്ടത്. എൻ്റെ പ്രിയപ്പെട്ടവരെ, മക്കളില്ല എന്ന് പറഞ്ഞു ഒരു കുഞ്ഞ് കിട്ടാൻ വേണ്ടി നിരന്തരമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന, അല്ലേ, അള്ളാഹു നൽകിയ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. നല്ല 3 പൊന്നു കുഞ്ഞുങ്ങളാണ്. എന്ത് ഭംഗിയുള്ള കുഞ്ഞെന്നറിയോ? 3 ആളെ കൊന്നുകളഞ്ഞെന്ന് മാത്രമല്ല, സ്വയം ജീവൻ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ ഉമൈറ എന്ന് പറയുന്ന ഈ സഹോദരി സൗദി അറേബ്യയിൽ വിസയിൽ പോകുന്നു. എന്നിട്ടോ പോയി ചെയ്ത പണി ഇതാണ്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, പ്രതിസന്ധി, പ്രയാസങ്ങൾ എപ്പോഴുമുണ്ട്. എല്ലാവർക്കും പ്രയാസമില്ലാത്തവരാരുമില്ല. നമുക്ക് കാണുമ്പോൾ വിചാരിക്കും ഓരോരുത്തരും നല്ല റാഹത്തിനാണ് ജീവിതം. ഒരാൾ അങ്ങനെയില്ല. എല്ലാവരും സങ്കടത്തിലുള്ളവരാണ്, എല്ലാ പ്രയാസത്തിലും. അള്ളാഹു വലിയ വലിയ പ്രയാസങ്ങൾ തന്നുകൊണ്ടേയിരിക്കും. എപ്പോഴും അത് റിസീവ് ചെയ്യാൻ നാം തയ്യാറായിരിക്കണം. എപ്പോഴും വരാം, ഏത് സമയത്തും വരാം. നാം സന്തോഷത്തിലിരിക്കുന്ന സമയത്താണല്ലോ പല മരണങ്ങൾ ഇവിടെ സംഭവിച്ചത്. ഇത്തരത്തിലുള്ള പ്രയാസങ്ങൾ വരുമ്പോൾ, പെട്ടെന്ന് ആ ദേഷ്യം വരുമ്പോൾ നാം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, മാനസികമായി ഇങ്ങനെ പിരിമുറുക്കുന്ന സമയത്ത് നാം എടുക്കുന്ന തീരുമാനങ്ങളുണ്ടല്ലോ, അത് എന്നും നാം മരിച്ചാൽ തീർന്നു. നാം പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണ്, മുഅ്മിനീങ്ങളാണ്. നാം ഇത് കഴിയലോടുകൂടി ഇത്തരത്തിലുള്ള ഒരു അവസ്ഥയിലാണ് നാം മരണപ്പെട്ടു പോവുകയാണെങ്കിൽ ജീവിതം അവസാനം ശാശ്വതമായ ജീവിതത്തിൽ പോലും പ്രയാസമാകും. ഇവിടെ എത്ര വലിയ പ്രയാസം വന്നാൽ, എത്ര വലിയ സങ്കടം വന്നാൽ ഇവിടെ നിന്നൊരിക്കൽ മരിച്ചു പോകുമല്ലോ. എന്നാൽ ശാശ്വതമായ ജീവിതത്തിൽ മരണമില്ലല്ലോ. സുമ്മ ലാ യമൂതു ഫീഹാ വലാ യഹ്യ. ശരിയായ ഒരു ജീവിതമോ മരണവുമില്ലാത്ത ജീവിതമാണ്. പ്രതിസന്ധികൾ, പ്രയാസങ്ങൾ എൻ്റെ പ്രിയപ്പെട്ടവരെ ഓരോരുത്തരും താങ്ങുന്നതേ അള്ളാഹു കൊടുക്കുകയുള്ളൂ. ചില ആളുകൾക്കത് തരണം ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് എന്തെല്ലാം മാർഗങ്ങളുണ്ട്, അല്ലേ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ദിക്റുകൾ, സ്വലാത്തുകളൊന്ന് പറഞ്ഞു നോക്ക്. നമ്മുടെ പ്രയാസങ്ങളൊക്കെ ഏകദേശം അള്ളാഹു ശരിയാക്കി തരും. മനസ്സിനൊരു സമാധാനം നൽകും. നമുക്കെന്തെങ്കിലും ദേഷ്യം വരുമ്പോൾ ഓരോരുത്തരും ചെയ്യുന്നത് വീട്ടിൻ്റെ സാധനങ്ങൾ പൊട്ടിക്കുക, നശിപ്പിക്കുക, ഇത്തരത്തിലുള്ള. അതേ സമയത്ത് മാനസിക പ്രശ്നങ്ങൾ വരുന്ന സമയത്ത് എന്തൊക്കെ ചെയ്ത് ചില ആളുകൾ അത്തരത്തിലുള്ള ജീവനൊടുക്കാൻ വേണ്ടി ഒരുങ്ങി. ഇന്ന് അൽഹംദുലില്ലാഹ് അവർ പലരും പറയാറുണ്ട്, ഞാൻ ആ സമയത്ത് ജീവനൊടുക്കിയിരുന്നുവെങ്കിലോ എൻ്റെ പൊന്നുമക്കൾക്ക് ഉമ്മയെ നഷ്ടപ്പെട്ടേനെ, ഉപ്പയെ നഷ്ടപ്പെട്ടേനെ. ആ സമയത്ത് ചെറിയൊരു ക്ഷമ. ജീവിതം എന്നുള്ളത് അത് പൊരുതാനുള്ളതാണ്, പൊരുതി നേടാനുള്ളതാണ്. പ്രയാസങ്ങൾ വരും, എപ്പോഴും വരും. പാവം ആ പൊന്നു കുഞ്ഞുങ്ങളെ കാണുമ്പോണ്ടല്ലേ, ചെറിയ 6, 7, 3 വയസ്സുള്ള മക്കളാണ്. ആ മക്കൾ കടന്ന ആ കാഴ്ച വല്ലാത്ത സങ്കടപ്പെടുത്തുന്നുണ്ട്. അതൊന്നും കാണാനോ ഉൾക്കൊള്ളാനോ താങ്ങാനോ നമുക്ക് സാധ്യമല്ല. അതുകൊണ്ടൊന്നും ഞാൻ ഉൾപ്പെടുത്തുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട സഹോദരിമാർ, നമ്മുടെ പൊന്നുമക്കൾ, അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട ഭർത്താക്കന്മാർ, അതുപോലെ ഭാര്യമാർ, ഒരുപാട് നമുക്ക് ഇഷ്ടപ്പെടാത്ത പലതും വന്നേക്കാം, സഹിക്കാൻ പറ്റാത്തത് വന്നേക്കാം. എല്ലാം അള്ളാഹുവിന് വേണ്ടി സഹിച്ചും ക്ഷമിച്ചും എൻ്റെ പ്രിയപ്പെട്ടവരെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം. ആ പിഞ്ചു മക്കളെ കൊല്ലുമ്പോൾ ആ മക്കളില്ലാത്തവർക്കൊന്ന് ഏൽപ്പിച്ചിരുന്നെങ്കിലോ. ഒരു കുട്ടിക്ക് വേണ്ടി വർഷങ്ങളോളം പ്രാർത്ഥിച്ച് എത്ര മാതാപിതാക്കൾ ഇന്നും പ്രാർത്ഥിക്കാൻ പറയാറുണ്ട്. എപ്പോഴും പ്രാർത്ഥിക്കാൻ വേണ്ടി സ്വലാത്ത് മജ്‌ലിസിലേക്ക് സംഭാവന നൽകുന്നവർ, ഒരു കുഞ്ഞു കാള് കാണാൻ വേണ്ടി എത്രയാണ്. അതോടൊപ്പം അള്ളാഹു ഈ മനോഹരമായ കുഞ്ഞുമക്കളെ നൽകിയത് എത്ര വലിയ ഭാഗ്യമാണ്. പരീക്ഷണങ്ങൾ വരുന്ന സമയത്തൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ, ക്ഷമയില്ലാതെ കൊണ്ട് നാം എടുക്കുന്ന ചില തീരുമാനങ്ങളുണ്ടല്ലോ, ആ പൊന്നുമ്മക്കിന് സഹിക്കാൻ കഴിയുമോ? ആ സമയത്തൊന്ന് എടുത്തു തീരുമാനം, ആ സമയത്തൊന്ന് ഞാൻ എന്തെങ്കിലും ഒന്ന് ചെയ്തേക്കും. പിന്നെ അത് എപ്പോഴും അതിൻ്റെ സങ്കടം മാറുകയില്ല. ആ പിഞ്ചു മക്കൾ ഇങ്ങനെ കടന്നു കാണുന്ന ആ ഒരു കാഴ്ച എൻ്റെ പ്രിയപ്പെട്ടവരെ ഒരിക്കലും അത് കാണാൻ പറ്റുന്നില്ല. എത്ര ഉമ്മമാരാണ് സ്വന്തം മക്കളെ
ഇല്ലായ്മ ചെയ്തത് എത്ര ഉമ്മമാരാണ്. ഭർത്താവിൻ്റെ ദേഷ്യം കൊണ്ട് മക്കളടിക്കുക, അത്തരത്തിലുള്ള ഉമ്മമാരൊക്കെ ഉണ്ട്. ഭർത്താവ് എന്തെങ്കിലും ദേഷ്യപ്പെട്ടാൽ അതിൻ്റെ ദേഷ്യം തീർക്കുന്നതാരാണ്? ഒന്നും അറിയാത്ത ആ പാവപ്പെട്ട ആ പിഞ്ചു ചോര പൈതലിനോട് തീർക്കുന്നവർ. ഒരിക്കലും ഉമ്മ എന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ ഒരു കുഞ്ഞിനെ അവസാനിപ്പിച്ച് രണ്ടാമത്തെ കുഞ്ഞിലേക്ക് കൈ ഓങ്ങുമ്പോൾ അത് എങ്ങനെ സാധിക്കുന്നു? മനുഷ്യത്വമില്ലാത്തത്. അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ പൊന്നുമക്കൾ അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. എല്ലാവിധ പ്രയാസങ്ങളെ തൊട്ട് അല്ലാഹു നമ്മുടെ കുടുംബങ്ങൾ അല്ലാഹു കാക്കട്ടെ. ആ സഹോദരിയെ കാണുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ വല്ലാത്ത സങ്കടമുണ്ട്. കാരണം ഇത് എങ്ങനെ പറയണമെന്നറിയില്ല. നമുക്ക് അള്ളാഹു നൽകിയ ചില അനുഗ്രഹങ്ങളുണ്ടല്ലോ, ആ അനുഗ്രഹത്തിന് വേണ്ടി നാം നന്ദി പറയുന്നതിന് പകരം ഇത്തരത്തിലുള്ള പ്രവൃത്തി ചെയ്യുന്നത് ഒരിക്കലും അള്ളാഹു പൊറുക്കപ്പെടുന്ന വിഷയമല്ല. പരിശുദ്ധ ഇസ്ലാമിലെ ഏത് സന്തോഷങ്ങളുണ്ട്, സബുൽ മോബിക്കാത്ത്, അതിൽ പെട്ടതാണ് കൊല്ലുക എന്ന് പറഞ്ഞ്, അതും സ്വന്തം ഉമ്മ. യാ അല്ലാഹു റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മുടെ ഉമ്മമാർക്ക്, നമ്മുടെ ഭാര്യമാർക്ക് എല്ലാ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള നല്ല ശേഷി അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.